5000 രൂപ 10% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ എത്ര വർഷം നിക്ഷേപിച്ചാൽ 6655 രൂപയാകും? ഇവിടെ കൂട്ടുപലിശയാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അത് കാണുന്നതിനുള്ള സൂത്രവാക്യം, അതുമായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യം A = P × 1 + R/100 വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യം. കൂട്ടുപലിശ കാണാനുള്ള സൂത്രവാക്യമല്ല, പക്ഷേ ഇത് കണ്ടിട്ട് വേണം നമുക്ക് കൂട്ടുപലിശ കാണാൻ. ഈ സൂത്രവാക്യത്തിൽ വില കൊടുത്ത് ഉത്തരം കണ്ടതിന് ശേഷം വേണം കൂട്ടുപലിശ കാണാൻ. അപ്പോൾ ഇതിലത്തെ അക്ഷരങ്ങൾ നമുക്ക് എന്താ നോക്കാം. P എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ഇടുന്ന തുക, P ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുക, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക്, ഇത് പ്രിൻസിപ്പൽ, ഇത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക്, ഇത് വർഷങ്ങളുടെ എണ്ണം, എത്ര വർഷമാണോ. ഇത് A എന്ന് പറഞ്ഞാൽ എമൗണ്ട്, അതായത് ബാങ്കിൽ നമ്മൾ എത്ര ഇട്ടു അതിനനുസരിച്ച് ഒരു പലിശ കിട്ടും. ആ നമ്മളിട്ട തുകയും പലിശയും കൂടി ചേർന്നതാണ് ഇത്. A എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിട്ട തുകയും നമ്മൾക്ക് ബാങ്ക് തരുന്ന പലിശയും കൂടി ചേർത്തതാണ് A. അപ്പോൾ നമുക്കിതിൽ വില കൊടുക്കാം. ഇത് തന്നിട്ടുണ്ട് 5000 രൂപ ഇട്ടു, നമുക്ക് എത്ര രൂപയായി? 6655 രൂപയായി എന്ന് പറഞ്ഞാൽ അതിൽ പലിശയും കൂടി ചേർത്താണ്. അപ്പോൾ ഈ Aൻ്റെ വിലയാണിത്. 6655 സമം P എത്ര ഇട്ടത്? 5000 × 1 + പലിശ നിരക്ക് എത്ര? 10 ആണ്. 10/100 എത്ര വർഷം എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? എത്ര വർഷം അതറിയില്ല. നമുക്ക് ×5000 എടുക്കുക, ×5000. അപ്പോൾ എന്ത് വരും? 6655/5000 സമം ഇത് കൂട്ടുമ്പോൾ 110/100 വരും. 1 × 100 100 10 110/100. 1 × 100 ഗുണിച്ച് 100 10 കൂട്ടി 110/100 n എന്നെഴുതാം. നമുക്ക് 5 കൊണ്ട് പിടിച്ചെടുക്കാം. 5 കൊണ്ട് 1 5 5 ശിഷ്ടം 1 16 35 15 ശിഷ്ടം 1 15 35 15 1 5 5 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ 1000 എന്ന് വരും. 5 കൊണ്ട് അംശം ഛേദം വെട്ടിച്ചുരുക്കി സമം ഇവിടെ 0 വെട്ടിക്കളയാം. നമുക്ക് 11/10 n. ഇത് 11ൻ്റെ ക്യൂബാണ്. 11 ക്യൂബ് 11 × 11 × 11 ആണ് 1331. ഇതോ 10ൻ്റെ ക്യൂബാണ് അല്ലേ? 1331 എന്ന് പറഞ്ഞാൽ 11ൻ്റെ ക്യൂബാണ്. ഇത് 10ൻ്റെ ക്യൂബാണ്. എന്ത്? 1000 സമം 11/10 n. ഇത് രണ്ടും ക്യൂബാവും കൊണ്ട് നമുക്ക് ഒന്നിച്ച് ബ്രാക്കറ്റ് ഇടാം. എന്തെഴുതാം? 11/10 3 എന്നെഴുതാം. സമം ഇവിടെയോ 11/10 n. ഈ ഒരു സമവാക്യത്തിൽ പാദസംഖ്യകൾ തുല്യം. ഈ സമവാക്യത്തിൽ പാദസംഖ്യകൾ 11/10 11/10 അങ്ങനെ വരുമ്പോൾ കൃത്യങ്ങൾ തുല്യമായിരിക്കും, പവേഴ്സ് ഈക്വൽ ആയിരിക്കും. n = 3. ഉത്തരം n = 3. അതായത് 3 വർഷം കൂടുമ്പോഴാണ് ഈ തുക ലഭിക്കുക.